ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് പക്കവടയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ക്യാബേജ് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്, നമുക്കതും ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഒരു പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഞാൻ ഒരെണ്ണേ ഉപയോഗിക്കുന്നുള്ളൂ, കാരണം ഇവിടെ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു പച്ചമുളക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 2 സ്പൂൺ കടലമാവാണ് കേട്ടോ. അതേപോലെ തന്നെ 1 സ്പൂൺ അരിപ്പൊടി അതും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എളുപ്പത്തിൽ നമുക്കൊരു ക്യാബേജ് പക്കവട ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട്, ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഒരുപാടങ്ങ് കടലമാവ് ചേർക്കണ്ട, ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാടങ്ങ് ചേർത്താൽ കൊള്ളത്തില്ല. ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി നമുക്കിത് പക്കവട തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പക്കവട തയ്യാറാക്കി എടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നോക്കിയാൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നോക്കിയാൽ നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നോക്കിയാൽ നമ്മളെ നല്ല ക്രിസ്പിയായ ക്യാബേജ് പക്കോട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത്.
അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസൊക്കെ അയയ്ക്കുക. കുട്ടികൾക്ക് മറക്കാതെ ഇതുണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇനിയും ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.